അപ്പോൾ പുതിയ തലമുറ ഒരിക്കലും ഈ ജാതി മേൽക്കോയ്മയിലോ മതപരമായിട്ടുള്ള കടുംപിടുത്തത്തിലോ അഭിരമിക്കാതെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 100-200 മീറ്റർ അപ്പുറം എത്തുമ്പോഴേക്കും ചാടി വീണ ക്രമികൾ ഇദ്ദേഹത്തെ വെട്ടി നുറുക്കി കൊല്ലുന്നതാണ് കാണുന്നത്. ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ ഭാഷ. പക്ഷേ ഞങ്ങളുടെ ഭാഷ സജീവമാണ്, ചലനാത്മകമാണ്. വായിക്കാൻ സമയം കിട്ടാറുണ്ടോ? വായിക്കാനൊരു പ്രത്യേകിച്ച് സമയം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് സാധാരണ പറയുന്ന ഒരു എക്സ്ക്യൂസാണ്. ഞാനടക്കം സാധാരണ പറയുന്നതാണ്. പക്ഷേ വായിക്കാൻ സമയം കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഞാൻ സാധാരണയായിട്ട് വായിക്കുന്നത് രാത്രി വൈകുവോളാണ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം ഒരു 12-12:30 മുമ്പേ ഉറങ്ങാൻ കിടക്കാറില്ല. അത് പണ്ടേയുള്ളൊരു ശീലമായിപ്പോയി. നല്ല ശീലമല്ല. നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വായിക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ ഒരു ചെറുപ്പത്തിലേയുള്ള ശീലം മറിച്ചാണ്, രാത്രി വൈകുവോളം ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ 5 കൊല്ലം മന്ത്രിയായിരുന്ന സമയത്ത് പുറത്തുള്ള വായനകൾ തീരെ കുറഞ്ഞു പോയിരുന്നു. കാരണം അങ്ങനെ ഒരു എൻഗേജ്ഡ് ആയിട്ട് ആണുള്ളത്. ഫയലുകളൊക്കെ വൈകുവോളം നോക്കേണ്ടതായിട്ടൊക്കെ വരും. എന്നാൽ ഇപ്പോൾ വീണ്ടും കുറച്ചെങ്കിലും വായനയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്, പക്ഷേ അത് തീരെ അത് അപര്യാപ്തമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ അടുത്തിടയ്ക്ക് വായിച്ചതിൽ നല്ലതെന്ന് തോന്നിയൊരു പുസ്തകം ഏതായിരിക്കും? ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതിൽ വീണ വേണുഗോപാൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ അന്നത്തെ ദിവസത്തെ അനുഭവങ്ങൾ. ഡൽഹിയിലുള്ള പത്രപ്രവർത്തകയാണ്, നിങ്ങൾക്കറിയായിരിക്കും വീണ. അവർ പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങൾ, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ അന്ന് ഓർമ്മിക്കാൻ കഴിയുന്ന പ്രായത്തിലുള്ളവർ, ഒരു 10-11 വയസ്സ് പ്രായമുള്ള ആ കുട്ടികൾ, വളരെ പ്രായം ചെന്ന് 80-90 വയസ്സൊക്കെ ആയിട്ട് ജീവിച്ചിരിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അവരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളൊരു ഓറൽ ഹിസ്റ്ററി, അതാണ് അവർ എഴുതിയിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പലർക്കും സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിർത്തിയിൽ കുടുങ്ങിപ്പോയവർ, വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ലഹളകൾ, ഇതൊക്കെ അനുഭവിക്കുന്ന അവർ അന്ന് പകർത്തി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞ ഉടനെ എത്രമാത്രം വികലമായി പോയി നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്നുള്ളൊരു നേരിട്ടുള്ള അനുഭവമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാളുടെ അനുഭവം പറഞ്ഞത്, ഒരു ഹിന്ദു വീട്ടിൽ സഹായിക്കാൻ നിൽക്കുന്ന ഒരു മുസ്ലിം സഹോദരനാണ്. പക്ഷേ സഹായിക്കാൻ നിൽക്കുന്നയാൾ കുടുംബാംഗത്തെ പോലെയാണ് ആ വീട്ടിൽ. അയാൾ ദരിദ്രനാണ്, ഈ വീട്ടുകാരൻ സമ്പന്നനാണ്. പക്ഷെ അവർ തമ്മിൽ മതപരമായൊരു വേർതിരിവില്ല. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നെഹ്റുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വീട്ടുടമസ്ഥനും ഈ പരിചാരകനും ഒരുമിച്ചിരുന്ന് അത്യധികം ആവേശത്തോടു കൂടിയാണ് കേട്ടത്. പക്ഷെ പിറ്റേന്ന് കാലത്ത് തെരുവിൽ ഭയങ്കര ബഹളമാണ്. അത് നോക്കുമ്പോൾ മതപരമായിട്ടുള്ള ലഹളയാണ്. അവിടെ തൃശ്ശൂലൊക്കെ എന്തിയിട്ട് ചില പ്രത്യേക ആളുകൾ ഉന്നം വെച്ചുകൊണ്ട് ലഹളയോടെ പാഞ്ഞ് വരുന്നതാണ് കാണുന്നത്. ഈ മുസ്ലിം സഹോദരനോട് ഹിന്ദു സുഹൃത്ത് പറയുന്നത്, വീട്ടു ഉടമസ്ഥൻ പറയുന്നത്, നീ ഇപ്പോൾ പുറത്തിറങ്ങരുത്, ഇറങ്ങിയാൽ അവരാക്രമിക്കും. അപ്പം നിഷ്കളങ്കനായിട്ട് ഈ മനുഷ്യൻ പറയുന്നത്, ഇന്ന് സ്വാതന്ത്ര്യ ദിനമല്ലേ, ഞാനും ഈ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടല്ലേ ആഹ്ലാദിച്ചത്, അപ്പോൾ എന്നെ എന്തിനാണ് എന്നെ ഒന്നും ചെയ്യില്ല. എത്ര നിർബന്ധിച്ചിട്ടും കേൾക്കാതെ എൻ്റെ ഭാര്യയും മക്കളും തെരുവിലാണ് താമസിക്കുന്നത്, അവരിപ്പോൾ കാണേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഈ അനുഭവം പറയുന്നയാൾ, ഈ വീട്ടുടമസ്ഥൻ്റെ മകൻ, അന്ന് ചെറിയ കുട്ടിയാണ്. ഇയാൾ ബാൽക്കണിയിൽ ഈ കുട്ടി ഓടിപ്പോയി നിന്നിട്ട് ഇദ്ദേഹം പുറത്തിറങ്ങി പോകുന്നത് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 10-200 മീറ്റർ അപ്പുറം എത്തുമ്പോഴേക്കും ചാടി വീണ ക്രമികൾ ഇദ്ദേഹത്തെ വെട്ടി നുറുക്കി കൊല്ലുന്നതാണ് കാണുന്നത്. അതോടുകൂടി ആ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടാനുള്ള ഒന്നാണെന്നുള്ള തോന്നാത്തൊരവസ്ഥ വന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് വീണ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. തയ്യാറാക്കിയിട്ട് കുറച്ചായി, പക്ഷെ ഞാനിപ്പോൾ അടുത്താണ് വായിച്ചത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വളരും, വായിക്കാത്തുള്ള ഇപ്പോഴത്തെ സമൂഹം വളഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നു. വായന സ്വദേശമായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് കൂടി നടത്തേണ്ട, താല്പര്യത്തോടു കൂടി നടത്തേണ്ട ഒന്നാണ്. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണം, വായിക്കണം. വായിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ മനനം ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അത് എനിക്ക് തോന്നുന്ന ഒരു TV കാണുന്നത് പോലെ അല്ല, അതിൽ ദൃശ്യങ്ങൾ മാറി മാറി വരും. അപ്പോൾ നല്ലതും ചീത്തയെല്ലാം കൂടി മനസ്സിന് മനനം ചെയ്തെടുക്കാനുള്ള സമയം കുറവാണ്. അതേസമയത്ത് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായം അതിൽ കലർത്തി ചിന്തിക്കും, ശരിയാണോ തെറ്റാണോ. നല്ല വിമർശകരാകാം, നല്ല ആശയങ്ങളുടെ സ്വീകർത്താക്കളായിട്ട് മാറാം.
അപ്പോൾ ധാരാളം നല്ല പുസ്തകങ്ങൾ വായിക്കണം, അനുഭവങ്ങൾ വായിക്കണം. അതുപോലെ ചരിത്രത്തെ ഉൾക്കൊള്ളാൻ സാധിക്കണം. ചരിത്രത്തെ പാടെ നിഷേധിക്കുന്ന ഒരു കാലമായിട്ട് നമ്മൾ മാറുകയാണ്. ഇനി അഥവാ ചരിത്രത്തെ സ്വീകരിച്ചാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ചരിത്രം മാത്രമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് മുഗൾ വംശത്തിന്റെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു ബോധപൂർവമായ പരിശ്രമം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് സമ്മിശ്രമാണ്. പലരും കടന്നു വന്നിട്ടുണ്ട്, പലരും ഇവിടുന്ന് വെളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിലെ നല്ല അംശങ്ങൾ ചേർന്നുണ്ടായിട്ടുള്ള സങ്കരമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഓരോ ഘട്ടത്തിലും രൂപപ്പെട്ടു വരുന്നത്. അതിനെ മനുഷ്യത്വപൂർണ്ണമാക്കി മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സംസ്കാരമായിട്ട് അതിനെ മാറ്റാൻ ശ്രമിച്ചാൽ അതൊരു അട്ടർ ഫെയിലിയർ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പക്കാർ ധാരാളം വായിക്കുകയും ചരിത്രാവബോധമുള്ളവരായിട്ട് മാറുകയും വർത്തമാനത്തിൽ പ്രവർത്തിക്കുന്നവരായിട്ട് മാറുകയും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നവരായിട്ട് മാറുകയും ചെയ്യണം. അതിന് വായനയോളം സഹായിക്കുന്ന മറ്റൊന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പൊളിറ്റിക്സിലോട്ട് ഇപ്പൊ കടന്നു വരാൻ സ്ത്രീകൾക്കുള്ള ഇൻസെന്റീവ് എന്താണ്? അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭ്യമായിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ടതായി നാളത്തേക്ക് മാറ്റിയെടുക്കണം എന്നൊരു ബോധം വലിയ തോതിലല്ലെങ്കിലും സമൂഹത്തിൽ സന്നിവേശിച്ചിട്ടുണ്ട്. അങ്ങനെ ബോധമുള്ള സ്ത്രീ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കണം എന്ന് കാണുന്ന ചില കാര്യങ്ങൾ മാറണം, കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് പോകണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്ത തലമുറ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നിലേക്കാണ് പോകേണ്ടത് എന്ന അദമ്യമായ ആഗ്രഹം, അതിന് മാറ്റം വരുത്താൻ നമുക്ക് പ്രവർത്തിക്കാനൊരു ഇടം വേണം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ പ്രവർത്തനത്തിനൊരു ഇടം കണ്ടെത്തുക എന്നത് തന്നെയാണ് ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ. അത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിനെ അപവാദമായിട്ട് എന്തെങ്കിലും സ്ഥാനമോഹങ്ങളോ മറ്റെന്തെങ്കിലുമോ ഉണ്ടായിക്കൂടാന്നില്ല. അതൊരു ചെറിയ ശതമാനമാണ്. മഹാഭൂരിപക്ഷ സ്ത്രീകളും എനിക്കറിയാവുന്നവരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ സമൂഹത്തിന്റെ കഷ്ടതകൾ മനസ്സിലാക്കിയിട്ട് അതിന് മാറ്റം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. സ്ത്രീകളുടെ പങ്കാളിത്തം കേരള രാഷ്ട്രീയത്തിൽ കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. സ്ത്രീകളുടെ പങ്കാളിത്തം രാഷ്ട്രീയത്തിൽ കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ്. പക്ഷെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ, തീരുമാനമെടുക്കുന്ന വേദികളിൽ അവിടെ മുൻപത്തെക്കാളും ഉണ്ട്. അക്കാര്യം വസ്തുതാപരമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അനുവദിക്കുന്ന അത്രയും വന്നിട്ടില്ല. പിന്നെ സമൂഹം ആഗ്രഹിക്കുന്ന അത്രയും വന്നിട്ടില്ല. സമൂഹത്തിന് ആവശ്യമായ അത്ര. കാരണം നമ്മുടെ മനുഷ്യ സമൂഹത്തിന് നേർ പകുതി സ്ത്രീകളാണ്. അപ്പൊ ചില അപൂർവം ചില രാജ്യങ്ങളിലെങ്കിലും തീരുമാനം എടുക്കുന്ന വേദികളിൽ പകുതിയോളം സ്ത്രീകൾ വന്നിട്ടുണ്ട്. ക്യൂബയൊക്കെ അങ്ങനെയാണ്. ആ ഒരു രീതിയിൽ സ്ത്രീകൾ തീരുമാനമെടുക്കുന്ന വേദികളിൽ മുന്നോട്ട് വന്നിട്ടില്ല. കേരളത്തിന്റെ എക്സാമ്പിൾ തന്നെ, നല്ല വിദ്യാസമ്പന്നരാണ് കേരളത്തിലെ സ്ത്രീകൾ. പക്ഷേ നമ്മുടെ തൊഴിൽ പങ്കാളിത്തം പരിശോധിച്ച് നോക്കുമ്പോൾ അത് 23% ഉള്ളൂ. അതായത് കൂലി ലഭ്യമാകുന്ന ജോലി, വീട്ടുജോലിയിൽ എല്ലാവരും വ്യാപൃതരാണ്. അപ്പൊ അത് മാറി ഗാർഹിക അധ്വാനത്തിൽ നിന്ന് ഒരു പരിധിവരെ മോചിപ്പിക്കപ്പെട്ട് അത് ഷെയർ ചെയ്ത് എടുക്കണം. പൊതു അധ്വാനത്തിലേക്ക്, സാമൂഹ്യ അധ്വാനത്തിലേക്ക് സ്ത്രീകൾ ധാരാളമായിട്ട് കേരളത്തിലടക്കം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പങ്കാളിത്തം രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഇനിയും വർദ്ധിക്കണം. എന്ന് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആനുപാതികമായിട്ടുള്ള വർധനവിന്റെ ശതമാനം ഇത് പോരാ എന്നുള്ളതാണ്. നമ്മളിത് കുറെ യൂത്ത് ചെറുപ്പക്കാർ കാണും. അപ്പം അവർക്കൊരു നമ്മൾ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു മെസ്സേജോ അവർക്കൊരു ചിന്ത, ഒരു തോട്ട് കൊടുക്കാൻ ഇന്ത്യയെ കുറിച്ചല്ല, ശൈലജ ചേച്ചി എന്തെങ്കിലും ഒരു മെസ്സേജ്? ഞാൻ ഇന്ത്യയെ കുറിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം നിരവധി നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു. ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് അല്ല. നിരവധി ഭൂവുടമകളും രാജാക്കന്മാരും ഒക്കെയാണ്. ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതൊരിക്കലും ഒരു എല്ലാ മനുഷ്യന്മാർക്കും തുല്യത നൽകുന്ന ഒന്നല്ല. ലാൻഡ് ലോഡ്സ് ആൻഡ് ടെനൻസ് ആണ്. ഭൂപ്രഭുക്കന്മാരും അതിന് കുടിയാന്മാരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ലാൻഡ് ലോഡിസത്തിന്റെ, ഫ്യൂഡലിസത്തിന്റെ വളരെ ജീർണിച്ചൊരു മുഖമാണ് ജാതി വ്യത്യാസം. നിരവധി തട്ടുകളായ ആളുകളെ മാറ്റി നിർത്തുക, അപ്പോൾ കീഴ്ത്തട്ടിലുള്ളവരെ മനുഷ്യരായിട്ട് പരിഗണിക്കാതിരിക്കുക. വലിയ സമരമാണ് അതിനെതിരായിട്ട് നടന്നത്. എല്ലാവരെയും മനുഷ്യരായി കാണാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഈ അധസ്ഥിതരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സവർണ ജാതിയിൽ ജനിച്ച ഉൽപ്പതിഷ്ണുക്കളായിട്ട് ഒട്ടേറെ മനുഷ്യർ മുന്നോട്ട് വന്നിട്ടുണ്ട്. MRB, VT ഭട്ടതിരിപ്പാട്, രാഷ്ട്രീയ രംഗത്ത് വന്ന EMS, K കേളവനെ പോലെ ഒരുപാട് ആളുകൾ പിന്നെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പ്രവർത്തനം, പിന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി,
അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇങ്ങനെ ഒരുപാട് ആൾ പോയി, കെ യോഹന്നാൻ, പല മതങ്ങളിൽ നിന്നും, അതാണ് ഞാൻ വ്യത്യസ്ത പേരുകൾ പറഞ്ഞത്, അങ്ങനെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തന ഫലമായി വമ്പിച്ചൊരു മുന്നേറ്റം ഈ ജാതി വ്യവസ്ഥക്കെതിരായി ഉണ്ടായി. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയിലുടനീളം ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ പാകത്തിനുള്ള നടപടികൾ ഉണ്ടായില്ല. കേരളത്തിലാണെങ്കിൽ നമ്മൾ ഭൂപരിഷ്കരണം നടത്തി, കുടികിടപ്പ് അവകാശം കൊടുത്തതോടുകൂടി ഭൂവുടമ സമ്പ്രദായം അപ്രത്യക്ഷമായി, വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. എന്നാൽ മൈൻഡ് സെറ്റിൽ പൂർണ്ണമായിട്ട് മാറ്റം വന്നോ എന്ന് ചോദിച്ചാൽ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ഒരു മേധാവിത്വം ചിലർക്കുണ്ടോ എന്നുള്ളൊരു ചിന്ത ചിലർക്കുണ്ട്. അത് പ്രകടിപ്പിക്കാൻ ധൈര്യമില്ലാത്തൊരു സംസ്ഥാനമായിട്ട് കേരളം തൽക്കാലം നിൽക്കുന്നുണ്ട്. അവിടുന്ന് പിന്നോട്ട് പോകരുത്. എന്നാൽ ഇന്ത്യയിൽ ഉടനീളം എടുക്കുമ്പോൾ അത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പുതിയ തലമുറ ഒരിക്കലും ഈ ജാതി മേൽക്കോയ്മയിലോ മതപരമായിട്ടുള്ള കടുംപിടുത്തത്തിലോ അഭിരമിക്കാതെ, മതങ്ങളൊക്കെ അതൊന്നും തേച്ചു മാച്ച് കളയാൻ പറ്റില്ല. ഈശ്വര വിശ്വാസവും അവനവൻ ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കട്ടെ. പക്ഷെ നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഭക്തി മതി എന്ന് ആലോചിക്കണം. എല്ലാവർക്കും നന്മ വരാൻ ആവശ്യമായ, വെറുതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇടുന്ന അന്നപാനാദികൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള തപസ്സൊന്നും ഈ ആധുനിക കാലത്ത് അത് നടക്കാത്ത കാര്യങ്ങളാണ്. അത്തരം തെറ്റിദ്ധാരണകളിലേക്ക് ഭക്തരെ നയിക്കാതെ എല്ലാവർക്കും നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുക, പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുക. എന്നിട്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായിട്ട് പ്രായോഗിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ഒരു വലിയ ജനത, അതുപോലെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ ഏതെങ്കിലും ഒരു മതത്തിന് ഇന്ത്യയിൽ മുൻഗണന കൊടുത്തുകൂടാ. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിക്കൂടാ. ഇതൊരു സെക്യുലർ രാഷ്ട്രമായി തുടർന്നാലേ സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളിലും കാണുന്ന കോൺഫ്ലിക്ട്സ്, മതപരമായിട്ടും മതത്തിനകത്തെ അവാന്തര വിഭാഗങ്ങളായിട്ടുള്ള ലഹളകൾ ഈ രാജ്യത്തും ഉടലെടുക്കും. പഴയ നാട്ടുരാജാക്കന്മാരുടെ കാലത്തും വെട്ടിപ്പിടുത്തവും കൊലപാതകവും രാജ്യത്തിൻ്റെ അതിർത്തി വർദ്ധിപ്പിക്കലും ഒക്കെ ആയിട്ട് സാധാരണക്കാർക്ക് ഒരു സ്വൈര്യമില്ലാത്ത കാലമായിരുന്നു. അവിടുന്ന് മാറി ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെത്തിയ നമുക്ക് ആ ജനാധിപത്യത്തെ കൂടുതൽ സമ്പന്നമാക്കാനല്ലാതെ പഴയ ഫ്യൂഡൽ സിസ്റ്റത്തിലേക്ക്, രാജവാഴ്ചയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ ഒരു രാജവാഴ്ചയുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇത് അങ്ങേയറ്റത്ത് ദോഷഫലം ചെയ്യും. അതുകൊണ്ട് പുതുതലമുറ ധാരാളം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യ ഡെമോക്രാറ്റിക് ആവണം, എന്തുകൊണ്ട് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് വരണം, ഇത് നല്ല തലയ്ക്ക് വെളിവോടെ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നല്ല സ്വതന്ത്ര ചിന്താഗതിയോടെ ചിന്തിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുന്നവരായിട്ട്, മറ്റതിന് അരുതെന്ന് പറയാൻ ധൈര്യമുള്ളവരായിട്ട് മാറണം. യഥാർത്ഥത്തിൽ ഡോമിനേറ്റ് ചെയ്യുക യാഥാസ്ഥിതിക ചിന്താഗതികളാണ്. ശാസ്ത്രീയ ചിന്താഗതികൾക്ക് പിടിച്ചു നിൽക്കാൻ നല്ല സമരം ചെയ്യേണ്ടി വരും. യാഥാസ്ഥിതികത സമൂഹത്തിൻ്റെ സഹജവാസനയാണ്. അതിനെ ഇളക്കി അതിനെ ശാസ്ത്രീയമാക്കാനാണ് പാടുപെടേണ്ടത്. അതുകൊണ്ട് യാഥാസ്ഥിതിക ചിന്തകൾ മാറ്റിവെച്ച് സമൂഹത്തെ ശാസ്ത്രീയ ചിന്തയുള്ള നല്ലൊരു പുരോഗമന സ്വഭാവമുള്ളതാക്കി മാറ്റാൻ യുവാക്കൾ രംഗത്ത് വരണം, വിദ്യാർത്ഥികളും ഒക്കെ രംഗത്ത് വരണം എന്നൊരപേക്ഷയാണ് അവരോടെല്ലാം ഉള്ളത്.